നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദീദി കിച്ചണിലെ ലൈറ്റ് അണച്ചില്ലെന്ന് തോന്നുന്നല്ലോ. അല്ലെങ്കിൽ അണയ്ക്കണ്ട. എന്തായാലും തള്ള ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവളെന്തിനാ ഈ നേരത്ത് എന്റെ പുറകെ വന്നത്? മുറിയിൽ ആൻറ്റി ഇല്ല. കിച്ചണിലെ ലൈറ്റും കിടക്കുന്നു. മിക്കവാറും ആൻറ്റി വെള്ളം എടുക്കാൻ പോയതായിരിക്കും. തൽക്കാലം ഒന്ന് മറങ്ങി നിൽക്കുക. എന്റെ ഊഹം തെറ്റിയില്ല. വെള്ളം എടുക്കാൻ പോയത് തന്നെ. ഇനി അവർ കിടന്നുറങ്ങിക്കോളും. ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കട്ടെ. ഭഗവാനെ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇവളെ കൈയോടെ പിടികൂടണോ? ഞാൻ തനിച്ചെന്ന് പിടികൂടിയ ഇവളെന്തേലും ഉടായി പൊപ്പിക്കും. തൽക്കാലം ഇവളെന്താ ചെയ്യുന്നത് നോക്കാം. ഇവിടെ
എന്തായി മാഡം? നീ ഇത് പിടിക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ഉടനെ എന്ത് വിൽക്കരുത്. നീ കൈവശം സൂക്ഷിച്ചിരുന്നാൽ മാത്രം മതി. ഞാനായിട്ട് ഇത് വിൽക്കില്ല മാഡം. ഞാൻ പണിയെടുത്തുണ്ടാക്കിയതല്ലോ ഇത്. മാഡം തന്നെ വിൽക്ക്. സൂക്ഷിക്കുന്നതിന് ഒരു കമ്മീഷൻ തന്നാ മതി. അതൊക്കെ അറിഞ്ഞ് ഞാനങ്ങ് ചെയ്യും. നോക്ക്, ഇതൊരു ആന്റിക് സാധനം. ഒരു കാരണവശാലും പിടികൂടാൻ ഇടവരരുത്. മഷിയിട്ട് നോക്കിയാൽ ഇനി എന്നെ കിട്ടില്ല. പക്ഷേ ഈ വീട്ടിലെ കാര്യങ്ങൾ മാഡം നോക്കിക്കോണം. അക്കാര്യത്തിൽ നീ ടെൻഷൻ ആവണ്ട. പലവട്ടം ഈ CCTV എന്നെ പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ ഈ സാധനം ഓഫാക്കിയിട്ടുണ്ട്. മാഡത്തിന് ബുദ്ധിയുള്ളല്ലോ. എങ്കിൽ പിന്നെ നീ വേഗം പൊയ്ക്കോ. ആ സെക്യൂരിറ്റി എങ്ങനെ കണ്ട പ്രശ്നവും അയാളുടെ കണ്ണിപ്പെടാതെ നോക്കണം. ഏതെങ്കിലും കാരണവശാൽ പിടി വീഴുമെന്ന് തോന്നിയ മേലും കീഴും നോക്കരുത്. ആരായാലും കൊന്നു കളഞ്ഞേക്ക്. അതിനിപ്പോ എന്റെ കെട്ടിയോനാണെങ്കിൽ പോലും. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. വിളിക്കുന്നത് ഇനി വയ്യായ്മ വല്ലതുമായിരിക്കും. ഹലോ അമ്മേ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇപ്പൊ വിളിച്ചത്. എന്താ അമ്മേ, വയ്യായ്ക വല്ലതും ഉണ്ടോ? ഞാൻ വേഗം അങ്ങോട്ട് വരാം. നീ തനിച്ചു വന്നാ പോരാ, ഗൗതമനെയും കൂടി വിളിച്ചോണ്ട് വാ. എന്റെ മുറിയിലേക്കല്ല, ഞാനിപ്പോ ടെറസിലാ നിൽക്കുന്നേ. ടെറസിലോ?